നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മളെ എല്ലാവരെയും നടുക്കിയ ഒരു വാർത്തയാണ്. എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഗർഭിണിയെ പോലീസ് മർദ്ദിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ കേരളം ഒന്നടങ്കം നടുങ്ങിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ പോലീസ് കസ്റ്റഡിയിൽ ഒരു കോൺഗ്രസ് നേതാവിനെ മർദ്ദിച്ച സംഭവങ്ങളൊക്കെ അതിന്റെ CCTV ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്ന സംഭവം നമ്മളെ ഏറെ നടുക്കിയതാണ്. അതിനേക്കാൾ ഏറെ നടുക്കുന്ന സംഭവമാണ് കഴിഞ്ഞ ദിവസം അരങ്ങേറിയത്. ഒരു യുവതിക്ക് നേരെ, പ്രത്യേകിച്ച് ഗർഭിണിയായ ഒരു യുവതിക്ക് നേരെയാണ് ഇത്തരത്തിലൊരു മർദ്ദനം ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. നോർത്ത് SHO ആയിരുന്ന പ്രതാപചന്ദ്രനാണ് ഷൈമോൾ NJ എന്ന സ്ത്രീയെ മുഖത്തടിച്ചത്. ഇവരെ ക്രൂരമായി മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതോടെ നടപടിയുണ്ടായി. സസ്പെൻഷൻ എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരുന്നു. ഷൈമോളെ നെഞ്ചത്ത് പിടിച്ച് തള്ളുന്നതടക്കമുള്ള ക്രൂര ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. 2024 നോർത്ത് പോലീസ് സ്റ്റേഷനിലായിരുന്നു ഈ നടുക്കുന്ന സംഭവ വികാസങ്ങൾ അരങ്ങേറിയത്. പോലീസ് കസ്റ്റഡിയിൽ എടുത്തയാളുടെ ഭാര്യയെയാണ് മർദ്ദിച്ചത്. 2024 തന്നെ മർദ്ദനമേറ്റ കാര്യം ഷൈമോൾ പുറം ലോകത്തെ അറിയിച്ചതാണ്. എന്നാൽ അന്നു മുതൽ ഷൈമോൾ ദൃശ്യങ്ങളിലേക്ക് വേണ്ടിയുള്ള നിയമ പോരാട്ടത്തിലായിരുന്നു. ഈ ദൃശ്യം ആവശ്യമുണ്ട്, അതായത് തെളിവുകളാണല്ലോ ഏറ്റവും പ്രധാനം. തെളിവുകളില്ലെങ്കിൽ കേസുകൾ തള്ളിപ്പോകുന്ന സാഹചര്യം. അതുകൊണ്ട് ഈ ഒരു തെളിവുകൾ ശേഖരിക്കുക, ദൃശ്യങ്ങൾ എടുക്കുക എന്നതിനുള്ള ഒരു വലിയൊരു നിയമ പോരാട്ടത്തിലായിരുന്നു ഷൈമോൾ ആയിരുന്നത്. പിന്നീട് കോടതിയിൽ നിന്നായിരുന്നു ഷൈമോൾക്ക് ദൃശ്യങ്ങൾ കിട്ടിയത്. ഷൈമോളെ പോലീസുകാരൻ മുഖത്തടിക്കുകയും പിടിച്ചു തള്ളുകയും ചെയ്യുന്നത് ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ്. മർദ്ദനത്തിന് ശേഷം പോലീസുകാരനെ മറ്റു പോലീസ് ഉദ്യോഗസ്ഥർ പിടിച്ചു മാറ്റുന്നതും കാണാവുന്നതാണ്. മാത്രമല്ല, ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നടപടിയെടുത്തിട്ടില്ല എന്ന ആരോപണമൊക്കെ ഉയർന്നിരുന്നു. എന്തായാലും സസ്പെൻഷൻ ചെയ്തിട്ടുണ്ട് പ്രതാപചന്ദ്രൻ എന്നതടക്കമുള്ള നിർണായക വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. വനിതാ പോലീസുകാർ ഉൾപ്പെടെ നോക്കി നിൽക്കുമ്പോഴാണ് യുവതിക്ക് പോലീസിന് മർദ്ദനമേറ്റത്. നിലവിൽ അരൂരിലാണ് പ്രതാപചന്ദ്രൻ ജോലി ചെയ്യുന്നത്. മാത്രമല്ല, ഈ ഒരു സംഭവം പുറത്തു വന്നതോടെ കഴിഞ്ഞ ദിവസം ഒന്നും യാതൊരു നടപടിയും എടുത്തിരുന്നില്ല. പിന്നീട് അത് സസ്പെൻഷനിലേക്ക് കടന്നിരുന്നു. എന്തായാലും നടപടി എടുത്തിട്ടുണ്ട്. ഈ സംഭവത്തിൽ സസ്പെൻഷനിലായ SHO പ്രതാപചന്ദ്രനെതിരെ കൂടുതൽ പരാതികൾ വരികയാണ്. പരാതി പ്രവാഹം എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. 2023 തന്നെ അകാരണമായി ഇയാൾ മർദ്ദിച്ചതായി റിനീഷ് എന്ന വ്യക്തി മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. സ്വിഗ്ഗി ജീവനക്കാരനാണ് റിനീഷ്. എറണാകുളം സ്വദേശിയായ റിനീഷ് ഒരു മാൻ പവർ കമ്പനിയിൽ ജോലി ചെയ്യുന്ന സമയത്താണ് സംഭവം ഉണ്ടായത്. ജോലിക്കിടയിൽ ഒരു പാലത്തിനരികിലായി വിശ്രമിക്കുന്നതിനിടെ അവിടേക്ക് SHO പ്രതാപചന്ദ്രൻ എത്തുകയും എന്തിനാണ് അവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ലാത്തിക്കടിക്കുകയുമായിരുന്നു എന്നാണ് റിനീഷിന്റെ പരാതി. എന്തിനാണ് ലാത്തിക്കടിച്ചതെന്ന് ചോദിച്ചപ്പോൾ മുഖത്ത് മർദ്ദിക്കുകയും ചെയ്തു. മർദ്ദനമേറ്റ് ഛർദ്ദിക്കുകയും അവശനായതോടെ റിനീഷ് ആശുപത്രിയിൽ ചികിത്സ തേടി എന്നതടക്കമുള്ള ഗുരുതര വെളിപ്പെടുത്തലാണ് ഉണ്ടായിരിക്കുന്നത്. തുടർന്ന് മുഖ്യമന്ത്രിക്കും DGPക്കും മനുഷ്യാവകാശ കമ്മീഷനും താൻ പരാതി നൽകി. തുടർന്ന് അസിസ്റ്റന്റ് കമ്മീഷണർ എത്തി തന്റെ മൊഴിയെടുക്കുകയും ചെയ്തു. പക്ഷേ അന്വേഷണത്തിൽ റിനീഷിനെ തല്ലിയതായി തെളിഞ്ഞതാണ്. പ്രതാപചന്ദ്രന്റെ സർവീസ് ഹിസ്റ്ററിയിൽ ബ്ലാക്ക് മാർക്ക് വീഴുകയാണ് നടപടി എന്ന നിലയിൽ ഉണ്ടായതെന്നും റിനീഷ് പറയുന്നു. വളരെ ഗുരുതരമായ വെളിപ്പെടുത്തൽ. അതായത് ഈ വ്യക്തി ഇത്തരത്തിൽ ആക്രമിക്കുക എന്നത് നേരത്തെയും ഉണ്ടായിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള വെളിപ്പെടുത്തലുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പ്രതാപചന്ദ്രനെതിരെ നടപടി സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. പ്രതാപചന്ദ്രനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. ദക്ഷിണ മേഖല IG ശ്യാം സുന്ദറാണ് പ്രതാപചന്ദ്രനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള നടപടി സ്വീകരിച്ചത്. 2024 നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. ഇതിനു പിന്നാലെ പ്രതാപചന്ദ്രനെതിരെ നടപടിയെടുക്കാൻ മുഖ്യമന്ത്രിയാണ് നിർദ്ദേശം നൽകിയത്. തുടർന്ന് മണിക്കൂറുകൾക്കുള്ളിൽ പ്രതാപചന്ദ്രനെ സസ്പെൻഡ് ചെയ്തു. അന്വേഷണ വിധേയമായിട്ട് തന്നെയാണ് സസ്പെൻഡ് ചെയ്തത്. വകുപ്പ് തല അന്വേഷണത്തിൽ തീരുമാനം ഉടനുണ്ടാകും. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ റിപ്പോർട്ടിലാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള അടിയന്തര നടപടി സ്വീകരിച്ചത്. 2024 ജൂണിൽ നടന്ന സംഭവം അത് ഇത്തരത്തിലാണ്. അതായത് ജൂൺ 20 രാത്രി എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിലുള്ള CCTVയിൽ പതിഞ്ഞ ദൃശ്യങ്ങളിൽ കൊച്ചി ലോഡ്ജ് നടത്തുന്ന തൊടുപുഴ സ്വദേശിനി ഷൈമോളെ വനിതാ പോലീസുകാർ വട്ടത്തിൽ പിടിച്ചിരിക്കുന്നത് ആദ്യം കാണുന്നു. ഇതിനിടെ അങ്ങോട്ട് വന്ന അന്നത്തെ SHO പ്രതാപചന്ദ്രൻ ആദ്യം ഷൈമോളെ നെഞ്ചത്ത് പിടിച്ചു തള്ളി. തൊട്ടടുത്ത നിമിഷം മുഖത്തടിച്ചു. ഈ സമയം ഷൈമോളുടെ ഒക്കത്ത് കൈക്കുഞ്ഞു ഉണ്ടായിരുന്നു. 4 മാസം ഗർഭിണിയുമായിരുന്നു ആ സമയം ഷൈമോൾ. ലോഡ്ജിനടുത്ത് നിന്ന് തലേദിവസം ചില പ്രതികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തുന്നു. അത് ഫോണിൽ ചിത്രീകരിച്ച ഷൈമോളുടെ ഭർത്താവ് ബെഞ്ചോയെ പിറ്റേ ദിവസം അകാരണമായി പോലീസ് ബലം പ്രയോഗിച്ച് പിടിച്ചുകൊണ്ടു പോവുകയായിരുന്നു. ഗർഭിണിയായ ഷൈമോൾ ഭർത്താവിനൊപ്പം ആശുപത്രിയിൽ പോകാൻ ഇറങ്ങിയപ്പോഴായിരുന്നു സംഭവം. ഭർത്താവിനെ പോലീസ് കൊണ്ടുപോയതിന് പിന്നാലെ ഷൈമോൾ കുഞ്ഞുങ്ങളെ കൂട്ടി സ്റ്റേഷനിലേക്ക് പോയി. എന്ത് കാരണത്താലാണ് കസ്റ്റഡി എന്ന് കരഞ്ഞുകൊണ്ട് ചോദിച്ചു. പിന്നാലെയായിരുന്നു വനിതാ പോലീസുകാർക്ക് മുന്നിൽ വെച്ച് പ്രതാപന്റെ കയ്യേറ്റം, അതുപോലെ ഇത്തരത്തിൽ കയ്യേറ്റമുണ്ടായത്. എന്നാൽ ഷൈമോൾ കുഞ്ഞുങ്ങളുമായി വന്ന് സ്റ്റേഷന് മുന്നിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുവെന്നും കുഞ്ഞുങ്ങളെ വലിച്ചെറിയാൻ നോക്കിയെന്നുമെല്ലാമായിരുന്നു അന്ന് പോലീസ് ന്യായീകരിച്ചത്. എല്ലാം CCTVയിലുണ്ടെന്ന് അന്നേ പറഞ്ഞ ഷൈമോൾ സത്യം
തെളിയിക്കാൻ ഹൈക്കോടതി വരെ നിയമ പോരാട്ടം നടത്തുകയായിരുന്നു. ഒടുവിൽ ജസ്റ്റിസ് വിജി അരുണിന്റെ ബെഞ്ച് CCTV ദൃശ്യങ്ങൾ പരാതിക്കാരിക്ക് നൽകാൻ ഉത്തരവിടുകയായിരുന്നു. പ്രതാപചന്ദ്രൻ നിലവിൽ അരൂർ പോലീസ് സ്റ്റേഷനിലെ SHO-യാണ്. സ്ത്രീക്കെതിരെയുള്ള അതിക്രമവും ക്രൂരമായ മർദ്ദനവും പുറത്തു വന്നിട്ടും പ്രതാപചന്ദ്രൻ സംഭവത്തെ ന്യായീകരിച്ചു. അന്ന് പോലീസ് നൽകിയ വിശദീകരണം തന്നെ വീണ്ടും ആവർത്തിക്കുകയായിരുന്നു പ്രതാപചന്ദ്രൻ. വഴിയിലിരുന്നതിന് SHO പ്രതാപചന്ദ്രൻ മർദ്ദിച്ചെന്ന പരാതിയുമായി ഈ സ്വിഗ്ഗി ജീവനക്കാരൻ കൂടി രംഗത്ത് വന്നതോടെ ഇയാൾക്കെതിരെയുള്ള കൂടുതൽ ആരോപണങ്ങൾ വർദ്ധിക്കുകയാണ്. അതേസമയം സംഭവത്തിൽ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല രംഗത്ത് വന്നിരിക്കുകയാണ്. CIA ഉടൻ സസ്പെൻഡ് ചെയ്യണമെന്നും സസ്പെൻഡ് ചെയ്യുന്നതിന് മുന്നേയുള്ള പ്രതികരണമാണ് CIA സസ്പെൻഡ് ചെയ്യണമെന്നും പിണറായി ഭരണത്തിൽ എന്തും ചെയ്യാമെന്ന അഹന്തയാണ് പോലീസിനെ നയിക്കുന്നതെന്നും രമേശ് ചെന്നിത്തല വിമർശിക്കുകയുണ്ടായി. പിണറായി വിജയനെതിരെ അതിരൂക്ഷ വിമർശനമായിരുന്നു ചെന്നിത്തല നടത്തിയത്. ആഭ്യന്തര വകുപ്പിൽ എന്ത് നടന്നാലും ആരും ചോദിക്കാനും പറയാനുമില്ലാത്ത അവസ്ഥ. കേരളത്തിലെ ഏറ്റവും കഴിവുകെട്ട ആഭ്യന്തരമന്ത്രിയാണ് പിണറായി വിജയനെന്നും രമേശ് ചെന്നിത്തലയുടെ വിമർശനം. പോലീസ് സ്റ്റേഷനിൽ നീതി തേടിയെത്തുന്ന സ്ത്രീകളെ ഇത്തരത്തിൽ മർദ്ദിക്കുന്ന സ്വഭാവം പ്രാകൃത സമൂഹങ്ങളിൽ പോലും കാണാനാകില്ല. എന്തും ചെയ്യാമെന്ന അഹന്തയാണ് പിണറായി ഭരണത്തിൽ പോലീസിനുള്ളത്. CPM നേതാക്കൾക്കാണ് സ്റ്റേഷനുകളിലെ നിയമന അധികാരം. ക്രിമിനലുകളെ കുത്തിനിറക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യാഘാതം ആണ് ഇതെന്നും രമേശ് ചെന്നിത്തല ആഞ്ഞടിച്ചു. അതേസമയം ഈ പ്രതാപചന്ദ്രൻ പ്രതികരണം നടത്തിയിരുന്നു കഴിഞ്ഞ ദിവസം ഈ സംഭവങ്ങളിലൊക്കെ. അതായത് ക്രിമിനൽ കേസുകളെ പ്രതിയാണ് യുവതിയുടെ ഭർത്താവെന്നും മോഷണ കേസിലെ പ്രതികളെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചപ്പോഴാണ് കേസ് എടുത്തതെന്നും പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു. കൈക്കുഞ്ഞുങ്ങളുമായി സ്റ്റേഷനിലെത്തിയ യുവതി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതായും കൈക്കുഞ്ഞുങ്ങളെ ഇവർ താഴെ എറിയാൻ ശ്രമിച്ചതായും CI പറഞ്ഞു. യുവതി അതിക്രമം നടത്തിയതിന്റെ ദൃശ്യങ്ങൾ തെളിവായുണ്ടെന്നും CI പ്രതാപചന്ദ്രനും മാധ്യമങ്ങളോട് പ്രതികരിച്ചു. 2 കേസിലെ പ്രതിയായതിനാലാണ് യുവതിയുടെ ഭർത്താവ് ബെഞ്ചമിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പാഞ്ഞെത്തിയ യുവതി സ്റ്റേഷന്റെ വാതിൽ ചവിട്ടി തുറന്ന് അകത്ത് കയറി കുഞ്ഞുങ്ങളെ എറിഞ്ഞു കൊല്ലാൻ ശ്രമിച്ചു. കസ്റ്റഡിയിലെടുത്ത ഭർത്താവിനെ വിട്ടുകിട്ടിയില്ലെങ്കിൽ കുഞ്ഞുങ്ങളെ കൊന്ന് താനും ചാകുമെന്ന് ഭീഷണിപ്പെടുത്തി. യാതൊരു പ്രകോപനവുമില്ലാതെ വനിതാ പോലീസുകാരെ തള്ളി മാറ്റി. അവരെ തടഞ്ഞില്ലായിരുന്നുവെങ്കിൽ യുവതി പൊടിക്കുഞ്ഞുങ്ങളെ തറയിൽ എറിയുമായിരുന്നുവെന്നും CIയുടെ പ്രതികരണം. ഇത് ചെറുക്കുന്നതിനിടെ തന്റെ നെഞ്ചിൽ തള്ളി. പിന്നാലെയുള്ള കാഴ്ചകളാണ് വീഡിയോയിലുള്ളതെന്നും ഉദ്യോഗസ്ഥൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. വനിതാ പോലീസിനെ ഉപയോഗിച്ച സ്ഥലത്തു നിന്ന് കുഞ്ഞുങ്ങളെ തങ്ങൾ രക്ഷിക്കുകയായിരുന്നു. കുഞ്ഞുങ്ങളുടെ ജീവൻ വെച്ച് വിലപേശാനാണ് യുവതി ശ്രമിച്ചതെന്നും പ്രതാപചന്ദ്രൻ ആരോപിച്ചു. അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭരണം പോലീസ് സ്റ്റേഷനുകളെ കുരുതിക്കളമാക്കിയെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ വിമർശനം. പോലീസ് അകാരണമായി കസ്റ്റഡിയിലെടുത്ത യുവാവിനെ തേടിയെത്തിയ ഭാര്യയെ എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്ന സാഹചര്യത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനെതിരെ അതിശക്തമായ നടപടി സ്വീകരിക്കണമെന്നും യുവതി പോലീസിനെ മർദ്ദിച്ചെന്ന് കള്ളക്കേസുണ്ടാക്കിയ മുഴുവൻ പോലീസുകാർക്കെതിരെ മാതൃകാപരമായ നടപടി സ്വീകരിക്കണമെന്നും സണ്ണി ജോസഫ് ആവശ്യപ്പെട്ടു. കൈക്കുഞ്ഞുങ്ങളുമായി സ്റ്റേഷനിലെത്തിയ യുവതി തന്റെ ഭർത്താവിനെ പോലീസുകാർ മർദ്ദിക്കുന്നതാണ് കണ്ടത്. ഇതിനെ ചോദ്യം ചെയ്ത യുവതിയുടെ നെഞ്ചിൽ പിടിച്ചു തള്ളുകയും മുഖത്തടിക്കുകയുമായിരുന്നു. വനിതാ പോലീസുകാർ നോക്കി നിൽക്കെയാണ് SHO മർദ്ദിച്ചത്. കൂടുതൽ ആക്രമണത്തിന് തുനിഞ്ഞ പോലീസുകാരനെ സഹപ്രവർത്തകർ പിടിച്ചു മാറ്റുകയായിരുന്നു. 1 വർഷം മുമ്പ് നടന്ന ആക്രമണത്തിന്റെ വീഡിയോ ഹൈക്കോടതി ഇടപെട്ടതിനെ തുടർന്നാണ് ഇപ്പോൾ ലഭ്യമായത്. പാർട്ടിക്കാരൊഴികെ ആർക്ക് നീതി കിട്ടാത്ത സാഹചര്യമാണ് പോലീസ് സ്റ്റേഷനിലുള്ളത്. കൈക്കൂലിയും കയ്യൂക്കുമാണ് പോലീസുകാരുടെ മുഖമുദ്ര. എന്തായാലും വളരെ രൂക്ഷമായ വിമർശനമാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ ഉയരുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രി 9.5 വർഷമായി നിയന്ത്രിക്കുന്ന ആഭ്യന്തര വകുപ്പിലാണ് ലോക്കപ്പ് മർദ്ദനങ്ങളും മനുഷ്യാവകാശ ധ്വംസനങ്ങളും നടക്കുന്നത് ഓർക്കണമെന്ന വിമർശനമൊക്കെ ശക്തമാവുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.